മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൽ പ്രധാനമായിട്ട് വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, ഫെയ്ത്ത്, ഹീലിംഗ്, മിറക്കിൾസ്, പ്രൊഫസി, ഡിസേൺമെൻറ്റ് ഓഫ് സ്പിരിറ്റ്, ടങ്സ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്, ഇവിടം വരെ ഇതെല്ലാം നമ്മൾ ചെയ്തു. ഇനിയും അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ടങ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ സംസാരിച്ചായിരുന്നല്ലോ. ഭാഷാവരം, അതുപോലെ അന്യഭാഷ, ഇതൊക്കെ ഇപ്പം സഭയിൽ അത്രയും കാണുന്നില്ല. എന്നാൽ ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു ദൂതന്മാരുടെ ഭാഷയുണ്ട്. അത് നമ്മുടെ എഡിഫിക്കേഷന് വേണ്ടി വരുന്നതാണ് എന്ന് നമ്മൾ സംസാരിച്ചു. ഇതിനൊക്കെയൊക്കെ ഉപരിയായിട്ട് അതുപോലെ തന്നെ ഫൗണ്ടേഷനിലായിട്ടുള്ള ഗിഫ്റ്റ്സ് ചർച്ചിനെ ബിൽഡ് ചെയ്യാനായിട്ട് ദൈവം തന്നിട്ടുണ്ട്. അത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റുകളാണ്. അതിനകത്ത് അപ്പോസ്റ്റൽഷിപ്പ്, അതുപോലെ ഇവാഞ്ചലിസം, പാസ്റ്ററൽ മിനിസ്ട്രി, ഹെൽപ്പിംഗ് മിനിസ്ട്രി, ഗിവിങ് മിനിസ്ട്രി, ഇതെല്ലാം നമുക്ക് കാണാം. ഇതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഈ വരത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കും. ഇതിനകത്ത് ചെറിയ ഡൗട്ട്സ്, ചില കാര്യങ്ങൾ നമുക്ക് കാണാം. അതുകൂടെ ഇതിനകത്ത് കവർ ചെയ്യാവുന്നതായിരിക്കാം. പ്രത്യേകിച്ച് അപ്പോസ്റ്റൽഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം, അപ്പോസ്റ്റലന്മാർ എന്ന് ബൈബിള് പറയുന്നത് യേശുക്രിസ്തുവിന് 12 ഡിസൈപ്പിൾസാണ് ഉണ്ടായിരുന്നത്. അതിൽ യൂദ തൂങ്ങിച്ചത്തു പോയി. പിന്നെ ബാക്കിയുള്ള 11 ഡിസൈപ്പിൾസാണ്. അത് കഴിഞ്ഞിട്ട് അവർ യെരുശലേമിൽ ആദ്യം അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ ലോട്ടൊക്കെ ഇട്ട് മത്തിയാസിനെ എടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അന്നേരം അങ്ങനെ 12 പേരെ അവർ അപ്പോസ്റ്റൽ എന്ന് വിളിച്ചു. അതിനുശേഷം യേശുക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരാളാണ് പൗലോസ് എന്ന് പറയുന്നത്. സോള പിന്നെ പൗലോസായി അറിയപ്പെട്ടു. അപ്പോൾ ഇവരായിരുന്നു ശരിക്കും ഫൗണ്ടേഷൻ ഓഫ് ദ ഏർലി ചർച്ച്. അവരായിരുന്നു ഫൗണ്ടേഷൻ, ചർച്ചിൻ്റെ ഫൗണ്ടേഷനായിട്ട് അവരാണ് ദൈവവചനം പ്രസംഗിച്ച് ആദിമകാലത്ത് പോയി. അവരെയാണ് ശരിക്കും അപ്പോസ്റ്റലന്മാർ എന്ന് പറയുന്നത്. പിന്നീട് അപ്പോസ്റ്റലന്മാരെ നിയമിച്ചതായിട്ട് നമുക്കറിയത്തില്ല. എന്നാൽ ഏർലി ചർച്ച് അപ്പോസ്റ്റലന്മാരെ ഓതറൈസ് ചെയ്തിരുന്നു, സെൻഡ് ടു അതർ ചർച്ചസ്. പല ചർച്ചസിലേക്ക് അയക്കാനായിട്ട് ചില അപ്പോസ്റ്റലന്മാരെ നിയമിച്ചിരുന്നു. നമ്മളത് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാം. ബർന്നബാസിനെ ഒരു അപ്പോസ്റ്റലിനെ പോലാണ് എടുത്തിരുന്നത്. അതുപോലെ അഡ്രോണിക്കസ്, ജൂനിയസ്, സൈലസ്, തിമോത്തി, അപ്പല്ലോസ്, ഇവരെല്ലാം തന്നെ അപ്പോസ്റ്റലന്മാരെ പോലെ കരുതിയിരുന്നു എന്ന് നമുക്കറിയാം. അവരെ നമുക്ക് ആദിമസഭയിലെ ഒരു അപ്പോസ്റ്റലന്മാരെ ഏർലി ചർച്ചിൽ ഓതറൈസ് ചെയ്ത് അയച്ചു. അങ്ങനെയാണ് അവരെ അപ്പോസ്റ്റലന്മാരെന്ന് പറയുന്നത്. എന്നാൽ പിന്നീടുള്ള സഭയുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേ ഈ അപ്പോസ്റ്റലന്മാർ എന്നുള്ളൊരു കാര്യമില്ല. ഈ അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ദ സെൻഡ് വൺ സെൻഡ് ആസ് ആൻ അതോറിറ്റേറ്റീവ് ഡെലിഗേറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. അന്നേരം അത് ഗിഫ്റ്റ് ഓഫ് അപ്പോസ്റ്റൽഷിപ്പ് എന്ന് പറയുന്നതിനൊക്കെ ഉപരിയായിട്ട് ഇപ്പോഴേ ഈ നമുക്ക് ഉള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് മിഷന് വേണ്ടിയുള്ള ഗിഫ്റ്റും ഇവാഞ്ചലിസം നടത്താനുള്ള ഗിഫ്റ്റും യാത്ര, ഇങ്ങനെ വേറൊരു ക്രോസ് കൾച്ചറൽ സിറ്റുവേഷനിലേക്ക് പോകാനും സഭയുടെ പ്രതിനിധിയായി പോയി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഗിഫ്റ്റുകളാണ് ആവശ്യം. അതാണ് ഇപ്പോഴത്തെ സഭയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പോസ്റ്റൽഷിപ്പ് എന്ന് പറയുന്ന യേശുവുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ളവരും 11 ഡിസൈപ്പിൾസും. മത്തിയാസ് യേശുവിനെ കണ്ടിരുന്നു, യേശുവായിട്ട് ഇൻട്രാക്ട് ഉണ്ടായതുകൊണ്ടാണ് മത്തിയാസിനെ ചീട്ടിട്ടെടുത്തത്. അതുപോലെ തന്നെ പൗലോസ് നേരിട്ട് യേശുക്രിസ്തുവായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ദമാസ്കസിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് യേശുക്രിസ്തു നേരിട്ട് പോളുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തിയൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയാണ് ശരിക്കും അപ്പോസ്റ്റൽഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ആ സമയത്ത് നമ്മുടെ ഗിഫ്റ്റിനകത്ത് കൊരിന്ത്യ സഭയ്ക്കകത്ത് പഠിപ്പിക്കുമ്പോഴൊക്കെ, അതുപോലെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്തും അപ്പോസ്റ്റൽഷിപ്പിനെ കുറിച്ച് പ്രത്യേകം പറയുന്ന ഗിഫ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദിമസഭയിൽ അങ്ങനെ ഡെലിഗേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റിയിൽ അവരയക്കുന്ന ആളുകളെ അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു വിളി അവർക്ക് വന്നിരുന്നു. അവരെയാണ് അങ്ങനെ ചിന്തിച്ച് അപ്പോസ്റ്റൽഷിപ്പായിട്ട് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള കാര്യം ഒന്ന് ടീച്ചിങ്. ഈ ടീച്ചിങ് എന്ന് പറഞ്ഞ ഗിഫ്റ്റ് പ്രധാനപ്പെട്ടൊരു ഗിഫ്റ്റാണ്. അതെന്ന് പറഞ്ഞാൽ ദൈവവചനം
വേണ്ട രീതിയിൽ ഡിവൈഡ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക, ഇൻസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ടീച്ചിങ് ഗിഫ്റ്റ്. അത് ഏറ്റവും ആവശ്യമാണ്. ദാറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബൈബിൾ. വേദ പുസ്തകം അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഈ ടീച്ചിങ്ങിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ബൈബിൾ പഠിക്കുന്നവർ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ക്വയറ്റ് ടൈമിനകത്ത് ചെറിയ സൂചനകൾ തന്നു. എന്നാലും അതിനകത്ത് ഒരു ഭാഗം നമ്മൾ ഒബ്സർവ് ചെയ്ത് അത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് ദൈവവചനം, ദൈവം എഴുതിയിരിക്കുന്ന ആ സാഹചര്യം, അതിൻ്റെ കോണ്ടെക്സ്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവം. അതാണ് ഈ ടീച്ച് ചെയ്യേണ്ട, ബൈബിൾ പഠിപ്പിക്കേണ്ട ആ ഒരു രീതിയിലാണ് പഠിപ്പിക്കേണ്ടത്. കാരണം ഇത് പഠിപ്പിക്കുന്നതനുസരിച്ച് അവർ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലായി നിറഞ്ഞുകൊണ്ട് യേശുവിനെ പോലെ ആയിത്തീരുന്ന ആ പ്രക്രിയയിലേക്ക് പോകാനായിട്ടാണ് ആ രീതിയിൽ ടീച്ച് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് എക്സോർട്ടേഷൻ, എൻകറേജ്മെൻ്റ് ആണ്. ബർന്നബാസിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അവന് എൻകറേജ് ചെയ്യുന്ന ഒരാളായിരുന്നു, ആളുകളെ എൻകറേജ് ചെയ്യുന്ന. മർക്കോസിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. പൗലോസുമായിട്ട് ചെറിയ പ്രയാസം ഉണ്ടായിട്ട് മർക്കോസിനെ ട്രെയിൻ ചെയ്യുന്ന ബർന്നബാസിനെ കുറിച്ച് നമുക്കറിയാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ, ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ആളുകൾ തെറ്റിപ്പോകാനായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ലൈഫിൽ, എന്തെങ്കിലും ജീവിതത്തിൽ ഇൻട്രാക്ഷനകത്ത് നെഗറ്റിവിറ്റി വന്നിട്ട്, അതുപോലെ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വന്നിട്ട് എക്സ്പെക്റ്റേഷൻ അനുസരിച്ചും ഉയരാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത്? അവർ ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോകാനും വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാനുമുള്ള സാധ്യതകളുണ്ട്. ആ സമയങ്ങളിൽ അവരെ കൈപിടിച്ച് നടത്തുന്ന, അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിൽ മുന്നോട്ട് നടത്തുന്ന ഒരു കാര്യം, അതാണ് ശരിക്കും എക്സോർട്ടേഷൻ, എൻകറേജ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശുശ്രൂഷ, ഒരു ഗിഫ്റ്റ് ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹെൽപ്പിംഗ്, സഹായം ചെയ്യാനുള്ള വരം എത്ര പേരത് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സഹായം ചെയ്യാനുള്ള വരം, ആളുകളെ സഹായിക്കുക, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക, പ്രത്യേകിച്ച് രോഗികളെ പരിപാലിക്കുക, അവർക്ക് വേണ്ടതായിട്ടുള്ള കെയർ കൊടുക്കുക, ആളുകളുടെ കൂടെ ഒന്ന് യാത്ര ചെയ്യണം, പോകണം എന്നില്ല, അവരോടൊന്ന് സഹായിക്കുക. ഇതൊക്കെ ഒരു വലിയൊരു വരമാണ്. ശരിക്കും എല്ലാവരെ കൊണ്ടൊന്നും പറ്റത്തില്ല സഹായിക്കാനായിട്ടും. ഇങ്ങനെ സഹായം ചെയ്യാനുള്ള വരമൊക്കെ ചെയ്യാനായിട്ട് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. വീണ്ടും അതിനകത്ത് പറയുന്ന വേറൊരു വരമാണ് ഗിവിങ്, കൊടുക്കുക, ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുക. പോള് ഫിലിപ്പീൻസിനുള്ള പ്രത്യേകം എൻകറേജ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ തടവിലായിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി നിങ്ങളെ സഹായിച്ചത് ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഫിലിപ്പീൻസ് 4-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട്. അന്നത്തെ കളക്ഷൻസ് അവർക്ക് കൊടുക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗിഫ്റ്റ് ദൈവത്തിന് വേണ്ടി കൊടുക്കുക, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക, ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരു ഗിഫ്റ്റ്, ദാറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണത്. അതും നമുക്ക് ആവശ്യമാണ്. വേറൊരു ഗിഫ്റ്റ് ഇതിൽ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ, പരിപാലന വരം. ശരിക്കും പറഞ്ഞാൽ അതൊരു ടീം ഗിഫ്റ്റാണ്. ടീമിനെ വേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്ത് പോകാനായിട്ട് ഒരു പാസ്റ്ററൽ ഓർ ഷെപ്പേഡിങ് മിനിസ്ട്രി ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടൊരു വരമാണ് പരിപാലന വരം. അവർ ലീഡേഴ്സാണ്, അതുപോലെ അവർ ഡെലിഗേറ്റേഴ്സാണ്. അവർ രണ്ടും ചെയ്യും. എന്നാൽ പ്രത്യേകിച്ച് ഇപ്പോൾ കാണുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവായിട്ടൊരു കാഴ്ചപ്പാടിൽ സഭയെ നടത്തുക എന്നുള്ള അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ഒരു ബിസിനസ് സ്ട്രാറ്റജി ഒന്നും ചെയ്യാനായിട്ടുള്ള MBA പഠിച്ചിട്ട് ബിസിനസ് സ്ട്രാറ്റജി പോലൊക്കെ അല്ല സഭയെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു തിങ്കിങ് ആണ് ഇപ്പോഴത്തെ കാലത്ത് വരുന്നത്. കാരണം ആളുകളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. മാനേജ് ദ ക്രൗഡ്, മാനേജ് ദ ബിസിനസ്, മാനേജ് ദ ചർച്ച്, മാനേജ് ദ പീപ്പിൾ, മാനേജ് ദ ഫണ്ട്. ഇതെല്ലാം അറിയാവുന്ന ഒരാളായിരിക്കണം അഡ്മിനിസ്ട്രേഷനകത്ത് വേണ്ട. അത് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കേസിൽ ബിസിനസ്സിനകത്തോ ഇൻഡസ്ട്രിയിലോ ഒക്കെ ഉള്ളൊരു കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് ബിസിനസ് ഒന്നുമല്ല, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ് ഒന്നുമല്ല. അതുകൊണ്ട് ബിസിനസ് സ്ട്രാറ്റജീസ് ഒന്നും അവിടെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് അവിടെ ആവശ്യം. ദൈവം അപ്പോഴപ്പോഴ് ആലോചന പറഞ്ഞു തന്ന് സഭയെ നടത്തും. അതാണ് പാസ്റ്ററൽ ആൻഡ് ഷെപ്പേഡിങ് മിനിസ്ട്രി. യേശുക്രിസ്തു പറഞ്ഞ 100 ആടുകളുള്ള ആളിന് ഒരാടിനെ വിട്ട് കളഞ്ഞു പോയാൽ 99നെയും വിട്ടിട്ട് ആ ഒരാടിനെ അന്വേഷിച്ച് പോകുന്ന ഇടയൻ. ആ ഒരു മാതൃകയാണ് യേശു നമുക്ക് വേണ്ടി പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള
ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഷെപ്പേഡിങ് അല്ലെങ്കിൽ പരിപാലനം, ലീഡേഴ്സിന് വേണ്ടി, സഭയെ നയിക്കുന്ന ലീഡേഴ്സിന് വേണ്ടിയുള്ള ഗിഫ്റ്റുകളാണ്. അത് ഈ ഏർലി ചർച്ചസിൽ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റുകളൊക്കെ ആവശ്യമായിരുന്നു. കാരണം അവിടുത്തെ ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ നയിക്കാനും ഡയറക്റ്റ് ചെയ്യാനും. ഒരു കാര്യം പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ആ സമയത്ത് നമുക്ക് ഈ ഇപ്പം നമ്മുടെ കയ്യിലുള്ളതുപോലുള്ള എഴുതപ്പെട്ട തിരുവചനം ഇല്ലായിരുന്നു. അതായിരുന്നു എൻ്റെ പ്രധാന കാരണം. നമുക്ക് ഡയറക്ഷന് വേണ്ടി ദൈവവചനം ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു രീതിയിൽ ഒരു റെവലേഷൻ്റെ ഒരു ആവശ്യം ഇപ്പമില്ല. ദൈവവചനത്തിൽ കൂടിയുള്ള റെവലേഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ ഗിഫ്റ്റുകൾക്കൊക്കെ തന്നെ ആദിമ സഭയിലുണ്ടായിരുന്ന അത്രയും ഒരു പ്രസക്തി ഇപ്പോഴില്ല എന്നുള്ളതാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ദൈവവചനം നമുക്കുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി പ്രവർത്തിക്കുന്നു, നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും. അതുകൊണ്ട് ഞാൻ ഗിഫ്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത് മാത്രമേ ശുശ്രൂഷ ചെയ്യൂ എന്നാർക്കും പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലെ 1, 2, 3 നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചില ഗിഫ്റ്റുകൾ ദൈവം തന്നിട്ടുണ്ട് എന്ന് മറന്നു പോകരുത്. ആ ഗിഫ്റ്റ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളത് യൂസ് ചെയ്യണം എന്നും, ആർക്കെങ്കിലും അങ്ങനെ ഗിഫ്റ്റ് ഇല്ലെങ്കിൽ ദൈവത്തോടത് യാചിക്കാനും പറയുന്ന ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. 1-2 വാക്യങ്ങളൂടെ ഇതുമായിട്ട് ചേർന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് എന്തായാലും നമുക്കറിയത്തില്ല. ഹീലിംഗ് ആയിരിക്കാം, മിറക്കിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേർഡ് ഓഫ് വിസ്ഡം ആയിരിക്കാം, വേർഡ് ഓഫ് നോളജ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരാളെ സഹായിക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കാം. വട്ടെവർ മേ ബി, ഏതൊക്കെ ആയാലും അത് ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് 1 തിമോത്തി 4:14 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി പ്രയോജനത്താൽ നിനക്ക് ലഭിച്ചതായി നിനക്കുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നുകൊള്ളുക, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, അതിൽ ഉറച്ചു നിൽക്കുക. ഇത് അഡ്രസ്സ് ചെയ്യുന്ന, തിമോത്തിക്ക് അഡ്രസ്സ് ചെയ്യുന്നൊരു ഭാഗമാണ് പോള്. അത് ഇതിനകത്തൊരു ജനറൽ ഒരു പ്രിൻസിപ്പിളായിട്ട് നമുക്ക് എടുക്കാനുള്ളത്, നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, ഒരു കാര്യം നമ്മുടെ ലൈഫിലുള്ളതായാലും പുറത്തുള്ളതായാലും അത് യൂസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഒരാൾ അവരുടെ ശരീരത്തെ, അവരുടെ ബോഡിയെ വേണ്ട രീതിയിൽ എക്സസൈസ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ആ ഞരമ്പുകളും മസിൽസും ഒക്കെ വീക്കായി പോകും. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില കത്തികൾ അല്ലെങ്കിൽ മൺവെട്ടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചാൽ അത് തുരുമ്പായി പോകും. ഇതൊക്കെ ജനറലായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസാണ്, പ്രകൃതിയിലുള്ള ചില പ്രിൻസിപ്പിൾസാണ്. ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നെഗ്ലക്ട് നോട്ട് ദ ഗിഫ്റ്റ്. 1 തിമോത്തിയിൽ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്കുള്ള കൃപാവരത്തെ നിങ്ങൾ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. മത്തായി 25 യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞതിനകത്ത് 25:28 ഒരു താലന്ത് കൊടുത്തതിൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. 1 താലന്ത് കിട്ടിയവൻ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടു, അതവന് യൂസ് ചെയ്തില്ല. അതിനെന്താ ചെയ്ത് 25:28 പറയുന്നത്, ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഗിഫ്റ്റ്, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ദാറ്റ് മേ ബി ടേക്കൺ അവേ, അത് എടുത്തു മാറ്റപ്പെടാൻ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റ്, എല്ലാവർക്കും ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളവർക്കെല്ലാം ഗിഫ്റ്റുണ്ട്. ഈ പറഞ്ഞ 20-22 ഗിഫ്റ്റോളം ഞാനിവിടെ പറഞ്ഞു. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഗിഫ്റ്റ് നിങ്ങൾക്കുണ്ടാവും. നമ്മൾ ഇതുവരെ അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം നിങ്ങളതൊന്ന് അതിനെക്കുറിച്ചൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഈ നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. 1 കൊരിന്ത്യർ 12:8-10 വരെ, 1 കൊരിന്ത്യർ 12:28-30 വരെ, റോമർ 12:6-8 വരെ, എഫേസ്യർ 4:11, 1 പീറ്റർ 1 പത്രോസ് 4:9-11 വരെ. ഈ വാക്യങ്ങളിലെല്ലാം ഗിഫ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങളിലെ ഗിഫ്റ്റും അത് ഏത് രീതിയിൽ യൂസ് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊന്ന് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴേ ഇത് ഏതൊക്കെ ഗിഫ്റ്റ് നമുക്കുണ്ട്, ഏതൊക്കെ ഞാൻ യൂസ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അത് യൂസ് ചെയ്യപ്പെടണം എന്നെല്ലാം അത് ക്ലിയർ ആയിട്ടുണ്ട്. അല്ലെ, ദൈവവചനത്തിലില്ലാത്ത ഒരു കാര്യവുമില്ല. എല്ലാ കാര്യങ്ങളും, നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ട് നമ്മളിത് റിയലൈസ് ചെയ്യണം. ഈ ഗിഫ്റ്റിൻ്റെ കാര്യം റിയലൈസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണം. ഒരിക്കലും അത് നെഗ്ലക്റ്റ് ചെയ്യരുത്. കൃപാവരങ്ങൾ നമുക്ക് പേഴ്സണൽ എഡിഫിക്കേഷൻ, മറ്റുള്ളവരുടെ എഡിഫിക്കേഷൻ,
സഭയുടെ എൻകറേജ്മെൻറ്റ്, സഭയെ വളരാനായിട്ട്, മറ്റുള്ളവരെ വളർത്താനായിട്ട്, നമ്മളും കർത്താവിൻ്റെ ലൈക്ക്നെസ്സിൽ വരാനായിട്ടാണ് എന്നുള്ളതാണ്. ഞാനിതോടുകൂടി ഗിഫ്റ്റിനെ കുറിച്ചുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതെന്താ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പല കൺഫ്യൂഷൻസും ഉണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള. ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനറലായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽഡായിട്ട് പോകാനായിട്ട് അതിനകത്ത് പറ്റിയിട്ടില്ല, ജനറലായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളെ ഒരു അനാലിസിസ്, നമ്മുടെ ലൈഫിനെ തന്നെ അനാലിസിസ് നടത്തി ഏതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുള്ള ഗിഫ്റ്റ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുകയും അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരും, നമുക്കും പ്രയോജനമായി തീരും. തീർച്ചയായും ഇത് നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും അടുത്ത ദിവസത്തിൽ നമ്മൾ ഫ്രൂട്ടിനെ കുറിച്ച്, ഫലത്തെക്കുറിച്ച്, ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ ഇത് അറ്റൻഡ് ചെയ്യണം. എല്ലാ ദിവസവും വൈകിട്ട് 9 തൊട്ട് 10 മണിയുള്ള സമയങ്ങളിൽ ഇത് യൂട്യൂബ് ചാനലിൽ വരും. നിങ്ങൾക്ക് ആ സമയത്ത് അത് കാണാം. നിങ്ങൾക്കത് കാണുകയും മറ്റുള്ളവരൊക്കെ അത് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് ആ ചാറ്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ കമൻറ്റ് ഇട്ടാൽ അത് നല്ലതാണ്. എനിക്കൊരു മോട്ടിവേഷനാണ്, നിങ്ങളിത് കാണുന്നുണ്ടെന്നുള്ളൊരു മോട്ടിവേഷനാണ്. അത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ അതിൻ്റെ കമൻറ്റ്സ് ഇടുകയും അതുപോലെ പ്രയർ റിക്വസ്റ്റുകൾ അതിനകത്തുള്ള വാട്സാപ്പ് നമ്പറിൽ അയക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഏത് തരത്തിലുള്ള രോഗങ്ങളായാലും ഇന്ന് ദൈവം വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. പ്രത്യേകിച്ചും ദൈവസേനയിൽ നമ്മളെ ഏൽപ്പിക്കാം, ഈ രോഗികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം ഉത്തരം തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടുകൂടി ഈ വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് മാനസികമായിട്ടും അതുപോലെ ഒരുപാട് മാനസികമായിട്ട് ഡെവലപ്മെൻ്റ് ഇല്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ പല ക്ലാസ്സുകളായി പഠിക്കുകയായിരുന്നല്ലോ. ദൈവമേ, ഒരുപാട് വരങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എനിക്ക് നീ തന്നിരിക്കുന്ന വരമെന്ന് റിയലൈസ് ചെയ്യുവാനും അത് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ മറ്റുള്ളവരുടെ ഡെവലപ്പ് ചെയ്യുന്നതിലെ അതുപോലെ അടിയങ്ങളുടെ ഡെവലപ്മെൻറ്റിലും അത് യൂസ് ചെയ്യപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്നവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ട് ഉള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില കുടുംബങ്ങളെ ദൈവം കാണിച്ചു തരുന്നു. കർത്താവെ, ചില കുഞ്ഞുങ്ങൾ വളർച്ച പ്രാപിക്കാതെ കർത്താവെ മുരടിച്ചിരിക്കുന്ന സ്റ്റേജുകൾ, മാനസികമായിട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കുന്ന സ്റ്റേജുകൾ കർത്താവെ കാണിച്ചു തരുന്നു. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലുള്ള ഗ്രോത്ത് കർത്താവെ അവർക്ക് കൊടുക്കണമേ. ശാരീരികമായിട്ടുള്ള മാത്രമല്ല, ബുദ്ധിയുടെ വികാസവും മനസ്സിൻ്റെ കർത്താവെ പക്വതയും എല്ലാം ഈ ദിവസങ്ങൾ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രത്യേകിച്ച് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ വേണ്ട സൗഖ്യം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, പിശാചിനാൽ മനസ്സ് കെട്ടപ്പെട്ടിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ ഇന്ന് ഈ രാത്രികാലം കർത്താവെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവെ, പൈശാചി ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ബത്സിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു റിലീസ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നവർക്ക് കർത്താവെ നീ അയക്കുന്ന ഓർത്ത് സ്തോത്രം. ദൈവമേ, പിതാക്കന്മാരും മാതാക്കന്മാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടി നീ വലിയ റിലീസ് കൊടുത്തിരിക്കുന്ന ഓർത്ത് സ്തോത്രം. വിശ്വാസമുള്ള പ്രാർത്ഥന കർത്താവെ ഫലം ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ വായനത്തിലുണ്ടല്ലോ. നിൻ്റെ പ്രോമിസ് ഞങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വലിയൊരു അനുഗ്രഹം അവരുടെ വീട്ടിലേക്ക് അയക്കണമേ. കർത്താവെ, പ്രകടമായി ഒരു അനുഗ്രഹം, വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് പ്രകടമായ ഒരു അനുഗ്രഹം ഇന്ന് അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും നമുക്ക് മീറ്റ് ചെയ്യാം. ഗുഡ് നൈറ്റ്.